നമ്മളെ സാധാരണ ലീഡേഴ്സ് ഒക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു ഫ്രഷ് ഡിസ്ട്രിബ്യൂട്ടർ ലെവൽ, നമ്മൾ ഏത് റാങ്കിലാവട്ടെ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ നിന്ന് ആ ഒരു പ്രോഗ്രാമിന് ശേഷം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ നിന്ന് ഒരു പ്ലാൻ ചെയ്ത് പുതിയ ലിസ്റ്റുകളൊക്കെ എടുത്തുകൊണ്ട് ലിസ്റ്റിനെ തട്ടിക്കുടഞ്ഞ് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ഒക്കെ പുറത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഒരു വ്യക്തി പ്രോഗ്രാമിന് ശേഷം, പ്രത്യേകിച്ച് ഇത്രയും ഇവന്റിന് ശേഷം നമ്മൾ ഇറങ്ങേണ്ടത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു, ഒരുപാട് സെഷൻസ് അറ്റൻഡ് ചെയ്ത് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇവന്റിന്റെ ബിഫോർ ദി ഇവന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ മെയിൻ ഒരു കാര്യമായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം, അതേ സമയത്ത് ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ബിസിനസ്സിൽ നമുക്കൊരു ഇവന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് ഒരു പുതിയ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. ആ ഒരു സമയത്താണ് നമുക്ക് പുതിയ പുതിയ നേട്ടങ്ങൾ അടുത്തൊരു പ്രോഗ്രാം വരുമ്പോഴേക്കും നമുക്ക് എന്താണ് നേടാൻ പറ്റുന്നത്. കാരണം ഓരോ ഇവന്റുകളും 6 മാസമോ 1 വർഷം കൂടുമ്പോൾ നടത്തുന്ന ഇവന്റുകൾ നമ്മുടെ അത്തരം നമ്മൾ അതുവരെയുള്ള നമ്മുടെ ബിസിനസിന്റെ കംപ്ലീറ്റ്ലി ഒരു കാൽക്കുലേഷൻ ആണ് ആ ഒരു പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോഗ്രാമിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുവരെ എന്റെ ബിസിനസ് എവിടെ എത്തിച്ചേർന്നു, ഇനി എവിടെ എത്താനുണ്ട്, ഇനി എത്ര ബാക്കി സഞ്ചരിക്കാനുണ്ട് എന്റെ ലക്ഷ്യത്തിലേക്ക്, ഈ ഒരു പ്രോഗ്രാമിലൂടെ എനിക്ക് എത്രത്തോളം അച്ചീവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, എത്ര ലീഡർഷിപ്പിന് പറ്റുന്ന ക്വാളിറ്റി ഉള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇതൊക്കെ നമുക്ക് ആ പ്രോഗ്രാമിൽ നടക്കാൻ സാധിക്കും. ആ പ്രോഗ്രാമിന് ശേഷം നമ്മളും നോക്കേണ്ടത്, നമ്മളും ശ്രദ്ധിക്കേണ്ടത്, ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തിലേക്കാൾ അപ്പുറം ആ പ്രോഗ്രാമിൽ പങ്കെടുത്തവരിൽ എത്ര സീരിയസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എനിക്ക് വാർത്തെടുക്കാൻ പറ്റും, എത്ര ആളുകളെ കൃത്യമായിട്ട് ഒരു ബിസിനസ് മാനായിട്ട് അല്ലെങ്കിൽ ബിസിനസ് വുമൺ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അവരെ കണ്ട് അവരെ ഫോളോ അപ്പ് ചെയ്ത് അവരുമായിട്ട് ഇരുന്ന് അവിടെ ഒരിക്കലും ഒരു ഫോളോ അപ്പിന് സമയത്ത് സംസാരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും ആ പ്രോഗ്രാമിൽ ഒരു പക്ഷെ പല പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ കല്യാണ സമയത്തൊക്കെ നമ്മൾ എല്ലാ വിധത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ പലതും വിട്ടുപോകും. നമുക്കൊക്കെ അറിയാം, നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് പല നെഗറ്റീവുകളും ഫാമിലിയിൽ നിന്നായാലും ഫ്രണ്ട്സിൽ നിന്നായാലും നമ്മുടെ വന്ന ആൾക്കാരിൽ നിന്നായാലും ചിലപ്പോൾ ഉള്ളിന്റെ കഷ്ണം കുറഞ്ഞതും മുളകിന്റെ കഷ്ണം പൊട്ടിയതും ചിലപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ പന്തലിന്റെ അവിടെ ഒരു കസേരട്ടപ്പോൾ ചിരിഞ്ഞു എന്നതും, ഇതൊക്കെ ഒരുപാട് കംപ്ലൈന്റുകൾ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഞാൻ ഡയറക്ട്ലി ഒരാളെ വിളിച്ചില്ല, വാപ്പയെ വിളിച്ചത്, അത് കംപ്ലൈന്റ് പണ്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനത്തെ കംപ്ലൈന്റുകൾ ഒരു പക്ഷേ ഒരു പ്രോഗ്രാം കഴിയുന്ന സമയത്ത് ഉണ്ടായേക്കാം. പക്ഷെ അതിലുള്ള പ്രാധാന്യം നമ്മൾ അവിടെ എന്തിനു പോയി എന്നുള്ളതാണ്. സലിമാറ്റോ സാർ പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഒരു എടപ്പാൾ പ്രോഗ്രാമിൽ പ്രത്യേകം പറഞ്ഞ സെന്റൻസ്, എന്റെ വീഡിയോ കറക്റ്റ് എപ്പോഴും ഞാൻ കാണാറുണ്ട്. നമ്മളവിടെ ചായ കുടിക്കാൻ പോയതല്ല, നമ്മളവിടെ ചോറ് തിന്നാൻ പോയതല്ല, നമ്മൾ പോയത് നമ്മുടെ മൈൻഡിന് വേണ്ട ഫുഡിങ് അല്ലെങ്കിൽ ഫീഡിങ് നടത്താനാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ബിസിനസിന്റെ ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമ്മളെ ബിസിനസ്സുമായിട്ട് ആ ഒരു സ്പീച്ച് അനലൈസ് ചെയ്ത് ഇനി എത്രത്തോളം മാറ്റാനുണ്ട് എന്റെ ബിസിനസ് എന്നുള്ളത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനാണ് പോയത്. പല ആളുകൾക്ക് ഒരു പ്രശ്നം, ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് ശേഷം ഒരു പക്ഷേ വന്നേക്കാം, ഇൻ കേസ് വന്ന കാര്യം എത്രയേ ഉള്ളൂ, സാർ എന്റെ ടീമിൽ ആരും അവിടേക്ക് വരാൻ പറ്റിയിട്ടില്ല, ദാറ്റ് ഈസ് നോ മാറ്റർ, അതൊരു പ്രശ്നമേ അല്ല. ഞാൻ അവിടെ ഉണ്ടോ, ദാറ്റ് ഈസ് ഓൺലി ദ മാറ്റർ. നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടോ, അൽഹംദുലില്ലാ. കാരണം നിങ്ങളാണ് ദൈവമായിട്ട് സെലക്ട് ചെയ്ത ബിസിനസ്മാൻ. നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? അല്ല, എനിക്കൊരു അച്ചീവ്മെന്റ് നേടാൻ പറ്റില്ല, ദർ ഇസ് നോ ടെൻഷൻ അബൌട്ട് ദാറ്റ്. അതിനെ കുറിച്ച് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടോ, റിസൾട്ട് ദൈവം തരും, അത് ഇന്നലെ നാളെ തരും. സോ സീരിയസ്ലി പറഞ്ഞാല് ഒരു പ്രോഗ്രാമിലേക്ക് എനി കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടാവട്ടെ, പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമ്മളൊരു ഊർജ്ജസ്വലരായിട്ട് അവിടെ കൃത്യമായിട്ട് കിട്ടിയ സെഷനോട് കൂടിയിട്ട്, പ്രത്യേകിച്ച് മൊബൈൽ സാറിന്റെ സെഷൻ ഞങ്ങൾക്കൊക്കെ ഒരു പരാതി തരേണ്ടതുള്ളൂ, പെട്ടെന്ന് കഴിഞ്ഞോ സംശയം, കാരണം ഒരു അറിയുന്നില്ല, അതിലങ്ങോട്ട് ഇൻവോൾവ് ആയിട്ട് ആ ഒരു സെഷനോട് കൂടിയിട്ട് നമ്മൾ ആകെ ഒരു മാറി വേറെ ലെവലിലേക്ക് ചിന്താലയിൽ പോയി. എല്ലാ ആൾക്കാരും ഒരു പക്ഷെ അവിടെ ഓടി നടന്നിരുന്ന ഓരോ വ്യക്തികളും അവിടെ ഇരുന്ന് അത് കേട്ടിരിക്കുന്നു. കാരണം മൊബൈൽ സാർ സെഷൻ വേറെ ലെവലാണ്. സോ ഞാൻ പറയുന്നത് ആ സെഷനൊക്കെ നമുക്ക് ഉപകാരപ്പെടുത്തേണ്ടത് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫോളോ അപ്പ്. അപ്പൊ ആ ഒരു വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ കൂടെ വന്ന വ്യക്തികളെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുമായിട്ട് സംസാരിക്കേണ്ടത് പ്രോഗ്രാം ഒക്കെ തകർത്തില്ല, ഇൻഷാ അല്ലാഹ് എന്താണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ഓരോ കാര്യം പറയും അല്ലെ. അപ്പൊ അതിൽ പോസിറ്റീവ് എടുത്തുകൊണ്ട് ഇനി നമുക്ക് എന്ത് തീരുമാനിക്കണം, തീരുമാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സംസാരിച്ച് ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി പറയാം. ഞാൻ ഇത്ര പറയുന്നുള്ളൂ, ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന്റെ ചൂട് 24 hour സ്റ്റാർട്ടിങ് നിൽക്കുന്നുള്ളൂ, വലിയ ചൂട്. അത് കഴിയുമ്പോൾ ഓരോ ദിവസം കോറും ചൂട് പറയും അല്ലെ. അപ്പൊ ഫസ്റ്റ് വീക്കിന്റെ ഉള്ളിൽ ആ ക്ലോസിംഗ് നടത്തണം. ഇപ്പൊ ഇന്ന് ക്ലോസിംഗ് ഡേ ആണ്, ഫ്രൈഡേ ആണ്. ഈ വെള്ളിയാഴ്ച നമ്മളെ പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ്ലി ഒരു പൂർത്തീകരണം എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലോസിംഗിന്റെ എമൗണ്ട് ആണ്. ഇന്നത്തെ ക്ലോസിംഗിന്റെ
ബൾക്ക് ബൾക്കയിലുള്ള ആ ഒരു ടേൺ ഓവറാണ് ഇന്നത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് ഒരു പ്രോഗ്രാമിന് ശേഷം ഇത് എന്ന് പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പ്ലാൻ ചെയ്യണം. ഇപ്പൊ ടേക്ക് ഓഫ് വരാണ്ട്, ഈ ടേക്ക് ഓഫ് അതുപോലെ തന്നെ എവല്യൂഷൻ സെക്കൻഡ് വരാണ്ട്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാം വരാണ്ട്. ഈ പ്രോഗ്രാമുകൾ നിങ്ങൾ നടത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ന് പ്ലാൻ ചെയ്യണം. പ്രോഗ്രാമിന് ശേഷമുള്ള ഫസ്റ്റ് വീക്ക് ക്ലോസിംഗ് എന്റെ എമൗണ്ട് എത്രയാവണം. ഇതൊരു ടാർഗറ്റ് ഓറിയന്റഡ് ബിസിനസ് ആണ്. ഇതൊരു എന്താ പറയാ ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്മളൊരു മൈൻഡ് സെറ്റോട് കൂടി പോകേണ്ട ബിസിനസ് അല്ല. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമുക്ക് വളർച്ച ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ബിസിനസ് ആണ്. പ്രോഗ്രാം ടു പ്രോഗ്രാം ആണ് ഈ ബിസിനസിന്റെ നെടുന്തൂണം എന്ന് പറയുന്നത്. സോ ഓരോ പ്രോഗ്രാം വരുന്ന സമയത്തും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ പറ്റും, ബിസിനസ്സിൽ മാറ്റം വരുത്താൻ പറ്റും, നമ്മളെ ടീമിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പൊ ഈ പ്രോഗ്രാമിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അവിടെ പോയി സംസാരിച്ച് അയാളുടെ ഒരു പക്ഷെ ഒരു പ്രോസ്പെക്ട് ലെവലിൽ നിങ്ങൾ കൊണ്ടുപോയ വ്യക്തികളാണെങ്കിൽ അവരുമായി സംസാരിക്കാൻ നമുക്ക് എന്തായാലും ഇനി ഇത് എങ്ങനെ തുടങ്ങാവുന്ന രീതിയിൽ ഒരു സംസാരം ഇട്ട് കൊടുക്കാം. അപ്പൊ അവർ ഓരോ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഓക്കെ ഇതിനൊക്കെ നല്ല കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ഹോം ഷോപ്പിയോ അല്ലെങ്കിൽ എനിക്ക് അയാൾക്ക് പറ്റുന്ന രീതിയിൽ, അതായത് മിനിമം ഒരു 3 ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ആക്കി നിങ്ങൾ തുടങ്ങുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഞാൻ പറയാൻ കാരണം ചുരുങ്ങിയ ഒരു 10-15,000 രൂപയുടെ ഉൽപ്പന്നം നമ്മുടെ കയ്യിലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ബിസിനസ്. കാരണം 15,000 രൂപ കൊണ്ട് പോലും ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ അടുത്ത് പോയിട്ട് ഒരു വ്യക്തിയെ കണ്ടു, പ്രോഗ്രാം വന്ന വ്യക്തിയായിരുന്നു. അയാൾ കണ്ട് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, സാർ ഞാൻ നിങ്ങളുടെ കയ്യിൽ 15,000 രൂപ തരാം, നിങ്ങൾ എനിക്കൊരു കച്ചവടം തുടങ്ങി തരണം. ഒരു 15,000 രൂപ തരാം, ഒരു ക്വാളിറ്റിയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഉൽപ്പന്നം വെച്ചുകൊണ്ട് എനിക്ക് കച്ചവടം തുടങ്ങി തരണം. മൂപ്പർ പറഞ്ഞു അതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ കുറച്ചൊക്കെ എന്ത് ചെയ്യണം, പ്രോഡക്ട്സുകൾ എടുക്കണം. നിങ്ങളും സംസാരിക്കേണ്ടത് വിത്ത് കോൺഫിഡന്റ് ആണ്, നിങ്ങളുടെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കണം. നമുക്ക് തന്നെ പേടിയാണ് ചില പക്ഷെ പ്രോഗ്രാം കഴിഞ്ഞാൽ പ്രോഗ്രാമിന് വന്നതന്നെ പോലെ എങ്ങനെയാണ് അല്ലെ, ബസ്സിന്റെ പൈസ പോലെ അടച്ചിക്കണ്, അതുപോലെ തന്നെ എന്തായിട്ടുണ്ട് പ്രോഗ്രാമിന് ടിക്കറ്റ് കൊടുത്തു, 10 ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഇനി അതിന്റെ പുറമെ പൈസയ്ക്ക് എന്താ കാട്ടുന്ന ചോദിക്കട്ടെ മക്കളെ. ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന സകല ആറാമ്പറപ്പായിട്ടുള്ള മെറ്റാഫോഴ്സ് പോലത്തെ പല പല മണീച്ചേനി കാര്യങ്ങളും ജസ്റ്റ് ആലോചിച്ച് നോക്കി. എത്രയോ മണീച്ചേനികൾ പൈസ ഇടാൻ നാട്ടില് ഒരുപാട് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്. ഈ സമയത്ത് നമുക്ക് എന്തുകൊണ്ടൊരു ജെനുവിനിറ്റി ഉള്ള ഒരു ജെനുവിനായിട്ടുള്ള ഒരു മിനിസ്ട്രി പോലും രൂപകൽപ്പന കൊടുത്തിട്ടില്ല ഒരു ബിസിനസ് ആയിട്ടുള്ള ഡയറക്ട് സെല്ലിങ്ങിലെ ഒരു കമ്പനിയുടെ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി എന്തുകൊണ്ട് നമുക്ക് ധൈര്യം വരുന്നില്ല? ഓക്കെ, അപ്പൊ ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട് കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് സംസാരിക്കണം. അവർക്ക് ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട് തന്നെ സംസാരിച്ച് ഏതൊരു വ്യക്തി നിങ്ങളെ കൂടെ സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങും. സോ നിങ്ങൾ അവിടെ ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് സംസാരിക്കും, പുതിയ പ്രോസ്പെക്ട് ആണെങ്കിൽ. അതല്ല, നിങ്ങൾ കൂടെ വന്ന ഓൾറെഡി സ്റ്റാർട്ടപ്പ് ചെയ്ത വ്യക്തികളാണ്, അവിടെ നിങ്ങൾ ക്ലോസിങ് ചെയ്യാം. എങ്ങനെ നോക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഇല്ലെങ്കിൽ അവരോട് പറയുന്നത് നമ്മൾ ഇനി ബിസിനസ്സിൽ നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് തീരുമാനിക്കേണ്ടത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് എന്ത് ചെയ്യണം, കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാക്കണം. അല്ലേ, പ്രോഗ്രാം കഴിഞ്ഞ് നേരെ പോയി ഉറങ്ങി. ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞു, ഞാൻ 3 ദിവസമായി ഉറങ്ങിയിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഉറങ്ങി മീൻസ് നല്ലപോലെ ഉറങ്ങി കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് അറിയില്ല, അതൊരു ആവേശം മലയേറി തീർത്തോണ്ടിരിക്കുകയാണ് മനസ്സിൽ. ഇപ്പോഴും ശരിക്കും മുബീൻ സാറൊന്നും മൈൻഡ് പോയിട്ടില്ല, ഈ ലെവലിലാണ് നിൽക്കുന്നത്. പല ആൾക്കാരും മാഷാ അങ്ങനെ തന്നെയാണ്. റിയലി അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു. സെയിം ടൈമിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരു പ്രോഗ്രാമിന് വന്ന വ്യക്തി ഡിസ്ട്രിബ്യൂട്ട് ലെവലാണെങ്കിൽ പോലും അയാളോട് പറയേണ്ടത് നമ്മൾ ഇനി വേറെ ഈ ഒരു കളി കളിച്ചാൽ പോരട്ടോ. നമ്മൾ അങ്ങനത്തെ ഒരു ക്ലോസ് സംസാരിക്കേണ്ടത്, ക്ലോസ് ആയിട്ടുള്ള സംസാരം നമ്മൾ സംസാരിക്കേണ്ടത് ഇനി കളി കളിച്ചാൽ പോരാ, നമുക്ക് ഒന്നുകൂടി ഉഷാറാക്കണം. കാരണം ഈ ബിസിനസ്സിൽ നിന്ന് മുബീൻ സാർ പറഞ്ഞ കാര്യം വെച്ചോ, നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഫസ്റ്റ് വീക്കിൽ 2,10,000 നേടിയ വ്യക്തിയാണ് മുബീൻ മുഹമ്മദ്. അപ്പൊ ഒരു ആൾക്ക് 2,10,000 അവിടെ നിൽക്കട്ടെ, 21,000 രൂപ വിചാരിച്ച് നമുക്ക് നേടാം. നമുക്ക് എത്രയാണ് വരുമാനം വേണ്ടത് അത് അതിനുള്ളിലുണ്ട്. ആ പൈസയും നമുക്ക് വേണമെങ്കിൽ വീക്കിലി നേടാം. അതിനെന്താ ചെയ്യേണ്ടത്? അവിടെ മുബീൻ സാർ പറഞ്ഞ ഒറ്റ വാക്കുണ്ട് അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ സ്റ്റെപ്ഡ് പേഴ്സണാലിറ്റീസ്, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആളുകളൊക്കെ ഈ ബിസിനസ് എത്തിക്കാം. നമ്മൾ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ അറിയും, നമ്മൾ ഈ ബിസിനസ് ഏറ്റവും കൂടുതൽ പറയാൻ സുഖമുള്ള ആൾക്കാരാണ്, ഓരിലേക്കാണ് എന്താണത് നമ്മൾ ഈ ബിസിനസിനെ എത്തിക്കുന്നത്. ആവശ്യക്കാരിലേക്കാണ് ബിസിനസ് എത്തിക്കേണ്ടത്. ഒരു പക്ഷെ 5 ലക്ഷം വരുമാനം വാങ്ങുന്ന വ്യക്തിക്ക് ഈ ബിസിനസ് ആവശ്യം ഉണ്ടാവും, കാരണം 5 ലക്ഷം തികയുന്നുണ്ടാവില്ല. ലോകത്തൊരു തിയറി ഉണ്ട്, എത്രത്തോളം ഇങ്ങോട്ട് ഇൻകം ഉണ്ടോ അത്രത്തോളം അങ്ങോട്ട് ഔട്ട് ഉണ്ടോ അല്ലെ. ഇൻകം അല്ലെ ആ സാധനം വരുമ്പോ ഔട്ടിങ് ഉണ്ടാവും സാധനം. അതായത് എക്സ്പെൻസ് കൂടും വരുമാനം കൂടുന്ന അനുസരിച്ച്. എക്സ്പെൻസ് ഒരു പക്ഷെ വരുമാനത്തിനേക്കാൾ ഒരു പടി മുകളിലായിരിക്കാം.
എന്തുമാവട്ടെ ഒരു അഡീഷണൽ ഇൻകം ആവശ്യമില്ലാത്ത ആളുകൾ ഇന്ന് ലോകത്ത് വളരെ തുച്ഛമാണ്, വളരെ വിരളമാണ്. അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ബിസിനസ് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ക്വാളിറ്റി ഉള്ള ആളുകളിലേക്കാണ് ഈ ബിസിനസ് എത്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയോട് പറയേണ്ടത്, നമുക്ക് ഇനി ബിസിനസ്സിന് ഒന്നുകൂടി എന്ത് ചെയ്യണം, മെച്ചപ്പെടുത്തണം. ഏത് വ്യക്തി? ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ ഓൾറെഡി അസോസിയേറ്റ് ചെയ്ത് സ്റ്റാർട്ടപ്പായി തുടങ്ങി നിങ്ങളെ കൂടെ വന്ന വ്യക്തികളാണെങ്കിൽ അവരോട് പറയേണ്ടത്, നമുക്ക് എന്ത് ചെയ്യണം, ഒന്നുകൂടി മെച്ചപ്പെട്ട് ഈ ബിസിനസ് തുടങ്ങണം. അതിനെന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മസ്റ്റാണ്. ഞാൻ എന്നും പറയാറുള്ള വാക്കാണ്. ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിന്റെ പൈസ എടുത്ത് പൂട്ടടിക്കാൻ പാടില്ല. കാരണം മൂലധനം എന്ന് പറയുന്നത് ബിസിനസിന്റെ അടിസ്ഥാന ഘടകമാണ്. ഒരിക്കലും മൂലധനം എടുത്തുകൊണ്ട്, നമ്മൾ സാധാരണ പറയാറുണ്ട് അടിവേരറുത്ത് കളിക്കൂല എന്ന് പറയും പോലെ, മൂലധനം എടുത്തുകൊണ്ട് ആരും കളിക്കാൻ നിൽക്കരുത്. അത് റീപർച്ചേസ് ചെയ്തുകൊണ്ട് അതിനെ നിലനിർത്തി കൊണ്ടുപോകണം. ബിസിനസ് ബിൽഡ് ചെയ്യണമെങ്കിൽ മൂലധനം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പല ആളുകളും അട്ടർലി ഫെയിൽ ആവാനുള്ള കാരണം, അല്ലെങ്കിൽ പേരും കുടിപ്പാടം വരെ വിൽക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഒന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ലാത്ത കാരണത്താൽ, ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോയ കാരണത്താൽ, രണ്ടാമത് ഇറക്കിയ പൈസ കാണൂല. ഉദാഹരണം, ആദ്യം 50,000 രൂപ പ്രൊഡക്റ്റ് എടുത്തു, അത് സോഹ ഗോവിന്ദ അത് പോയി. അടുത്ത 36 രൂപ പ്രൊഡക്റ്റ് എടുത്തു, അതും ഗോവിന്ദ. അങ്ങനെ പോകുന്ന വ്യക്തികളാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫെയിലിയർ ആവുന്നത്. നേരെ മറിച്ച് ഒരു 50,000 രൂപക്ക് പ്രൊഡക്റ്റ് എടുത്താൽ അതിന് കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് അതിന് കൃത്യമായിട്ട് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ആ വ്യക്തിന്റെ കയ്യിൽ എന്നും ആ 50,000 രൂപ ഉണ്ടാകും. അതേ സമയത്ത് അതിനകത്ത് വീക്ക്ലി ഇൻകം ഉണ്ടാവും, അത് നല്ലൊരു ടീം വളരുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ ടീമിൽ ഈ കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ കൂടെ വന്ന് ഡിസ്ട്രിബ്യൂട്ട് ലെവലിൽ വന്ന വ്യക്തികളോട് എന്ന് പറയണം, ഒരു സ്റ്റാർട്ടപ്പിന് നമുക്ക് എന്ത് വേണം, സ്റ്റോക്ക് വേണമല്ലോ. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ, ഞാൻ എപ്പോഴും എന്റെ ടീമിനോട് പറയുന്നതാണ്, ഒരു 10-15 രൂപയുടെ ഉൽപ്പന്നമെങ്കിലും മിനിമം കയ്യിൽ എന്ത് ചെയ്യണം, സ്റ്റോക്ക് ചെയ്യണം. കാരണം നമ്മൾ കച്ചവടക്കാരാണ്. കച്ചവടക്കാരായിട്ട് നമ്മളൊരു വ്യക്തിയോട് ബിസിനസ് ഡീലിങ്ങിന് പോകുന്ന സമയത്ത്, ആ ഡീലിംഗ് നടത്തുന്ന സമയത്ത് അയാളുടെ കയ്യിൽ എന്ത് വേണം, ഉൽപ്പന്നം വേണം. അപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ലെവലിലെ വ്യക്തികൾക്കും മിനി സ്റ്റോക്ക് ചെയ്യാം. കാരണം മുബീൻ സാർ വന്ന് ആ സ്പീച്ച് നടത്തിയതിനു ശേഷം ഇനിയും ഉണർവില്ലാത്തവരോട് ഒറ്റ കാര്യം പറഞ്ഞു. ഉദാഹരണം, പല ആൾക്കാർ ഇന്നും ഉണർന്നിട്ടില്ല. കാരണം 215 ആൾക്കാർ ഈ മീറ്റിംഗിൽ 375 ആൾക്കാർ കയറുന്നത്. ഞാൻ ജസ്റ്റ് ചോദിക്കും, നമുക്ക് നല്ലൊരു സെഷനെ കിട്ടിയിട്ട്, നല്ലൊരു സൂം മീറ്റിംഗിലും ഓഫ്ലൈൻ ഓൺലൈൻ സെഷൻസ് കിട്ടുമ്പോൾ അതിൽ പങ്കെടുപ്പിക്കാതെ നമ്മൾ എങ്ങനെ ഒരു വ്യക്തിയെ വളർത്തും? പക്ഷെ നമുക്കൊരു പ്രോബ്ലം എന്താ, നമ്മൾക്ക് വിളിക്കാൻ പോലും പേടിയാ. ഞാൻ സാന്ദ്രയെ ഓർമ്മപ്പെടുത്തിയതാണ്. അവരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക? ഞാൻ പറഞ്ഞ ആരും വിചാരിക്കില്ല. ഏറ്റവും വലിയ വെറുപ്പത്രം കാട്ടി ഞാനാണ്. എന്റെ ടീമിനെ എല്ലാ ആൾക്കാരും ഉറങ്ങാൻ അയക്കൂല. ഫുൾ ടീം ഇന്നിപ്പോ വിളിക്കാൻ വേണ്ടി സെഷൻ എടുക്കണോണ്ട. ഞാൻ പറയും, അവരെ കേൾപ്പിക്കണം. നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന കടമയാണ്, ഉത്തരവാദിത്തമാണ് എന്ത്, അവരെ പഠിപ്പിച്ചു കൊടുക്കല്. അത് ചെയ്തേ പറ്റൂ. അതിനെന്ത് വെറുപ്പ് കാണിച്ചാൽ നാളെ നിങ്ങളെ പുരസ്കരിക്കും, നിങ്ങൾ പുരസ്കാരം കൊണ്ട് ചാർത്തും. നിങ്ങൾ അവർ എന്താ ചെയ്യാ, സീരിയസ്ലി പറഞ്ഞാല് നിങ്ങൾ അവരെ താജ് അണിയിപ്പിക്കും. ഐ മീൻസ് ക്രൗൺ അണിയിപ്പിക്കും. ആ രീതിയിൽ ആളെ മാറും. പക്ഷെ ഇന്ന് അവരെന്ത് ചെയ്യണം, വെറുപ്പിച്ചിട്ടെങ്കിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിപ്പിക്കണം. കാരണം അവർക്ക് കാര്യങ്ങൾ കിട്ടണം, പോയിന്റ്സ് ലഭിക്കണം. സോ ഞാൻ പറഞ്ഞത്, നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറായി നമ്മുടെ കൂടെ വന്ന വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അവരോട് പറയേണ്ടത്, നമുക്ക് ഇനി ഒന്നുകൂടി മെച്ചപ്പെട്ട് ബിസിനസ് ചെയ്യണം. അത് എന്റെ കയ്യിലെ പ്ലാൻ അതാണ്. നിങ്ങളുടെ കയ്യിൽ പ്ലാൻ വേണം. എന്റെ ആ പ്ലാൻ വെച്ച് പറഞ്ഞോളാം. എന്റെ കയ്യിൽ ടേക്ക് ഓഫ് ആകുമ്പോഴേക്കും, ഈ അടുത്ത പ്രോഗ്രാം ആകുമ്പോഴേക്കും എന്റെ കയ്യിലെ പ്ലാനിങ്ങുകൾ ഇതാണ്. ഇന്നാൻ രീതിയിൽ എനിക്ക് ബിസിനസ് വളർത്തണം, അത് ഇന്നാൻ രീതിയിൽ എന്റെ റാങ്ക് എത്തിക്കണം. അതേ സമയത്ത് നിങ്ങൾ ഓരോരുത്തരുടെയും റാങ്ക് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അത് കാണിച്ചു കൊടുക്കണം. നമുക്ക് ഈ രീതിയിലാണ് പോകേണ്ടത് എന്ന പ്ലാൻ കാണിച്ചു കൊടുത്താൽ ആ വ്യക്തി നിങ്ങൾ കൂടെ 110% നിങ്ങൾ കൂടെ നിൽക്കും. എന്തുകൊണ്ടാണ് കൂടെ നിൽക്കാത്ത ചോദിച്ചാൽ, നമ്മൾ സാധാരണ പറയാം, അപ്പൊ ഇന്നലെ മീറ്റിംഗ് സെഷനിൽ രാത്രി പറഞ്ഞ സമയത്ത്, നമുക്കൊരു പർപ്പസ് ഇല്ല, നമുക്കൊരു ഗോൾ ഇല്ല, നമുക്ക് എവിടെയൊക്കെ പോണ്ടെന്ന് പോലും അറിയില്ല. സ്വാഭാവികം അല്ലേ? കാരണം എന്താണ്, ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ്, ഇപ്പൊ ഞാൻ സാധാരണ എന്ന് പറയുന്ന സംഭവമാണ്, നമ്മോട് ചോദിക്കുകയാണെങ്കിൽ എന്തിനാ ബിസിനസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക ഉത്തരവൊന്നുമില്ല. ആ അങ്ങനെ പോയിക്കോട്ടെ അല്ലെ. പിന്നെ ഇപ്പൊ എന്ത്, എന്തെങ്കിലും TC ആയിക്കോളും, ATC ആവുമ്പോ ആയിക്കോളും, DTC ആവുമ്പോ ആയിക്കോളും, ITC ഒക്കെ എന്തെങ്കിലും ആയിക്കോളും. കുറെ ആണോ ആയത് കുറെ ആയിട്ടില്ല, 10 വർഷമായിട്ട് ITC ആയി. അപ്പൊ ഞാൻ 10 വർഷം ആവണം. ആര് പറഞ്ഞു IDS അങ്ങനെയൊക്കെ ആവണം അല്ലെ? ഇന്ന് ഇതേ ITC ആയാലും ഡയമണ്ട് പ്ലാൻ ആയാലും ഇത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കമ്പനിക്ക് ഒരു പ്ലാൻ ഉണ്ട്. നമ്മൾ ആ പ്ലാൻ കമ്പനി ഉണ്ടെങ്കിൽ വെറുതെ അല്ലല്ലോ, സാധ്യമായതേ കമ്പനി ഇടുന്നുള്ളൂ. അപ്പൊ നമ്മുടെ തിങ്കിങ് ലെവലാണ് പ്രോബ്ലം. അതുകൊണ്ട് നിങ്ങൾ സീരിയസ്ലി മനസ്സിലാക്കുന്ന സംഭവത്രേ ഉള്ളൂ, ഈ ബിസിനസ്സിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തിനാ ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനം, ഒരു പർപ്പസ്, ഒരു ഗോൾ വേണം. അപ്പൊ നിങ്ങളുടെ കൂടെ ആരും വരും, നമ്മൾ ആരോട് പറഞ്ഞു വരും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇനിയും ഈ ഒരു വ്യക്തിയിൽ കാണുന്ന സമയത്ത് ഒരു പ്ലാനിങ് വേണം. എനിക്ക് ടേക്ക് ഓഫ് എന്ന് പറയുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഇന്ന രീതിയിൽ എനിക്ക് എന്ത് ചെയ്യണം,
ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ എന്തൊക്കെ പഠനം ഓരോ കാര്യങ്ങളുണ്ടാവും അല്ലേ, നമ്മളെ സ്ട്രക്ചർ വലുതാക്കണം, നമ്മുടെ ടീം റാങ്ക്, നമ്മുടെ ഓരോ റാങ്ക്, അങ്ങനെ ഓരോ സാധനങ്ങൾ കുറിച്ച് ഇങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ആ പ്ലാനിങ് വെച്ചുകൊണ്ടാണ് ആ വ്യക്തിന്റെ അടുത്തേക്ക് ഫോളോ അപ്പിന് പോകേണ്ടത്. അല്ല വെറും കൈയോടല്ല ഫോളോ അപ്പിന്. കാരണം നിങ്ങൾ തീരുമാനം എടുത്തു എന്നുള്ള കാര്യം ആർക്കും ഓർമ്മ പെടണം, ബോധ്യപ്പെടണം. അയാൾക്ക് ഇയാളും മാറിയിട്ടുണ്ട്. അതായത് നമുക്ക് ഫുള്ള് കൊടുക്കാൻ തയ്യാറാണ്, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മൾ വലിയ അപ്ലൈൻ ആണ്, അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മൾ മാറിയ ഒരു അപ്ലൈൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസ്ട്രിബ്യൂട്ടർമാരെ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കൂടെ എന്ത് ചെയ്യുക, ആ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിൽക്കുന്നുള്ളൂ. ആൻഡ് ഫൈനലി തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മളിലുള്ള ലീഡേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യുന്നത്. സ്റ്റോക്ക് ഒക്കെ എടുത്ത ആൾക്കാരനെ വീണ്ടും സ്റ്റോക്ക് ഒക്കെ ചെയ്യുന്ന സിസ്റ്റമാറ്റിക്കലി മൂവ് ചെയ്യുന്ന ലീഡേഴ്സാണ്. അവരോട് പറയേണ്ടത് അവരെ കുറിച്ച് ഒരു വലിയൊരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവരെ പ്ലാനിങ് ചെക്ക് ചെയ്യണം, പ്ലാനുകൾ ചെക്ക് ചെയ്ത് അതിൽ എന്തൊക്കെ എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാം, ഏരിയ എക്സ്പാൻഷൻ മുതൽ എല്ലാ കാര്യങ്ങളും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ആ ലീഡേഴ്സിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കുക, അവരുടെ ക്വാളിറ്റി, അവരുടെ സ്കില്ലിലൊക്കെ. അതിന് പറ്റുന്ന പ്രോഗ്രാമുകളൊക്കെ കണക്ട് ചെയ്യാം. എന്നിട്ട് ഏരിയ രീതിയിലുള്ള എക്സ്പാൻഷൻ നടത്തി ഈ ടേക്ക് ഓഫ് ആവുന്ന സമയത്തേക്കും അടുത്ത പ്രോഗ്രാം ആവുന്ന സമയത്തേക്കും ഇന്ന രീതിയിലൊക്കെ ബിസിനസ് ഉണ്ടാക്കണം. അവരുടെ ടോട്ടൽ ടീമിന്റെ ഒരു ലിസ്റ്റ് എടുത്തുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക, അതിലൂടെയുള്ള ഒരു വർക്കും പ്ലാനൊക്കെ നിങ്ങൾ ഇരുന്ന് അവരുമായി ഇരുന്ന് സെറ്റ് ചെയ്യാം. 3 കാറ്റഗറി ഞാൻ പറഞ്ഞു. പ്രോസ്പെക്ട് ലെവലിൽ വന്ന ആൾക്കാരെ കണ്ടു, നോർമൽ ഡിസ്ട്രിബ്യൂട്ടറിൽ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയ ആൾക്കാരെ പോയി കണ്ട് അവരുടെ സ്റ്റോക്ക് റീസെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. 3 ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളുകളുമായിട്ട് ഇരുന്ന് ലെവൽ ചെയ്ത് കണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കണം. അത് നിങ്ങളുടെ നിങ്ങൾ ശരിക്കും ഇപ്പോൾ ഞാനൊരു കമ്പനിയുടെ CEO ആണെങ്കിൽ എന്റെ ഡയറക്ടർ ബോർഡിലുള്ള ആളുകളാണ് എന്റെ താഴെയുള്ള ഇപ്പൊ TC പോലെ ലീഡേഴ്സോ DTC പോലെ ലീഡേഴ്സോ ഒക്കെ അത്തരത്തിലുള്ള ആളുകളാണ്. അവരുമായിട്ട് ഇരുന്ന് വ്യക്തമായിട്ടുള്ള പ്ലാന് അവരെ ഇരുന്നുണ്ടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വർക്കുകൾ തുടങ്ങണം. അപ്പൊ ഈ രീതിയിലുള്ള ഫോളോ അപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇത് ഓരോന്നും ഓരോ രീതിയിൽ തന്നെ ചെയ്യേണ്ടത്. എല്ലാവരും ഒരേ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യരുത്. വെറുതെ ഫോളോ അപ്പ് എന്ന് പറയുന്ന രീതിയിൽ അവിടെ പോയിട്ട് സെൽഫി എടുക്കുക. പണ്ട് നമുക്ക് നമ്മളെ കൊറോണ സമയത്തൊക്കെ ഇടക്കിടക്ക് മനോജ് സാർ ലീഡർമാരൊക്കെ പറയാറുണ്ട്, സ്മാർട്ട് സാറായാലും അൽത്താഫ് സാറായാലും ഒക്കെ പറഞ്ഞ സംഭവമാണ് വെച്ചാല്, ചിലപ്പോ നമ്മള് പോണ വഴിയിൽ വെച്ചുകൊണ്ട് അയാൾ മീൻ വാങ്ങാൻ വന്നേക്കാറും. അപ്പൊ ആളെ കണ്ടിട്ടുണ്ടാവും, നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ കണ്ടിട്ടുണ്ടാവും, എന്നിട്ട് സെൽഫി ഫോളോ അപ്പ്. ഇതിന് വേണ്ടി ഫോളോ അപ്പ് ചെയ്യാൻ പോണ്ട, ഇരുന്ന് കൃത്യമായി പ്ലാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ അപ്പ്. ഞാൻ ഇത്ര പറയുന്നുള്ളൂ, ഈ ബിസിനസ് ഒരിക്കലും നിങ്ങൾ മൈ ഡിയേഴ്സ് നിസാരമായി കാണരുത്. ഇതൊരു വലിയൊരു എന്താ ഒരു നിധി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ സാധനം കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്, കുറച്ച് സീരിയസ് കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിൽ ഒരുപാട് ജോലിക്ക് പോകുന്ന സാധാരണക്കാരിൽ സാധാരണ ആൾക്കാർ നമ്മൾ ഓരോരുത്തരും ആയിരുന്നു, പല ആൾക്കാരും ഇന്നൊരു പക്ഷെ പാർട്ട് ടൈം അയച്ച ആൾക്കാരാണ് അല്ലേ. ഈ ജോലിക്ക് കൊടുക്കുന്നതിന്റെ ഒരു 10% കോൺസെൻട്രേഷനും ഫോക്കസും കാര്യങ്ങളും നമ്മൾ കൊടുത്താൽ, ഞാൻ ചോദിക്കട്ടെ മൈ ഡിയേഴ്സ്, നമുക്ക് എത്രത്തോളം ഈ ബിസിനസ് വളരാൻ സാധിക്കും? കാരണം ലോകത്ത് ഇന്ന് മൈ ലൈഫിന്റെ ഇംഗത്തോളം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലീഗലായിട്ടുള്ള പ്രൊജക്റ്റ് ഇല്ല. അത്രയും ഒരു ഭാഷ പറഞ്ഞ മുബീൻ സാറിന്റെ ഭാഷ പറഞ്ഞാല് ഒരു മാസം 100 കോടിയുടെ ആസ്പാസിൽ വരെ ഒരു മനുഷ്യർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. അതിന് പ്ലാനിങ് പിന്നെ ലീഡേഴ്സ് മനസ്സിലാക്കി തരും. സോ സീരിയസ്ലി പറഞ്ഞാൽ അത്തരത്തിലൊരു പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്തിന് മൂല്യം കൽപ്പിച്ചുകൊണ്ട് കൊടുക്കാനോ, അതേ സമയത്ത് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് രൂപത്തിൽ ചെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഞാൻ പറയുന്നത് ഐഡിയസ് നമ്മൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുകയാണ്. നമ്മൾ സമയം നഷ്ടപ്പെടുത്താം. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഉറങ്ങുന്നുണ്ട്, അവരെപ്പോലെ നമുക്ക് ഉറങ്ങിയാൽ മതി, വെറുതെ ഉറക്കം കൂടി പോകണ്ടേ? പക്ഷെ നമ്മൾ ഓൾറെഡി വന്നു, തയ്യാറായ നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ഞാൻ പറയും എന്നോട് കൂടി ആട്ടോ, എന്നോട് മാത്രമല്ല, നമ്മളെപ്പോലെ പറയുന്ന ഒരു സ്പീക്കർ അല്ലെങ്കിൽ ഒരു പ്രസന്റേറ്റർ എന്ന് പറയുന്നത് അയാൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അയാളോടാണ്. ഞാൻ എന്നോട് കൂടി പറയുന്നത്, നമ്മൾക്ക് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടത്. നമ്മളൊന്നും ഒന്നുമല്ല, ബിഗ് സീറോ. മാറ്റങ്ങൾ വരേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. അതിൽ പെട്ടതാണ് നമ്മൾ സിസ്റ്റത്തിൽ നമ്മൾ ബാക്ക് ടു ബേസിക് ഒരു പ്രോഗ്രാം ഫസ്റ്റ് നോക്കേണ്ട സംഭവം അതാണ്, ബാക്ക് ടു ബേസിക്. ആ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് തന്നെ കാരണം നിങ്ങൾ ബേസിക് ലെവലിലേക്ക് അന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്, മുബീൻ സാർ 500 ആളുകളുടെ ലിസ്റ്റ് എഴുതിയിട്ട് 150 ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ബാക്ക് ടു ബേസിക് സ്റ്റെപ്പാണത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ലീഡേഴ്സ് ആയിട്ട് TC ആയപ്പോൾ TC ആയി, ATC എനിക്ക് ATC ആയി, STC പറയണ്ട, പിന്നെ പുറത്തം വിട്ടു. റിസ്റ്റാറൊക്കെ ഏറ്റവും വലുത് അല്ലേ ഫസ്റ്റ്, പിന്നീട് പോലെ നമ്മളൊന്നും ഒരു ഷേപ്പല്ല.
ഞാൻ പറഞ്ഞത്, നമ്മളിൽ ബേസിക് സ്റ്റെപ്പുകളോ അല്ലെങ്കിൽ സിസ്റ്റമോ ഇല്ലെങ്കിൽ, സിസ്റ്റമാറ്റിക്കലി മൂവ് ചെയ്യുന്ന ലീഡർ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ നമ്മൾ ബിഗ് സീറോ ആണ്. നമ്മൾ എന്തൊക്കെയുണ്ട് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ മാത്രം കിട്ടേണ്ട സാധനമല്ല, നമ്മൾ എൻഡിങ് വരെ ക്രൗൺ അംബാസഡർ കൊണ്ടുവേണ്ടതാണ്. അപ്പൊ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? റീചെക്ക് ചെയ്യണം. ഈ പറയുന്ന ലിസ്റ്റ് എന്റെ കയ്യിൽ ഓക്കെ ആണോ? ഇപ്പൊ അന്ന് പറഞ്ഞു, സാർ പറഞ്ഞു ക്വാളിറ്റി ഉള്ള ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കാം. അപ്പൊ അത്തരം ആളുകൾ എന്ത് ചെയ്യുക? ഈ നിങ്ങൾ ലിസ്റ്റ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ്, ലിസ്റ്റ് എടുത്തുകൊണ്ട് നമ്മുടെ ലിസ്റ്റിൽ എത്രത്തോളം അതിന് പറ്റുന്ന ആളുകൾ ഉണ്ട്, അത് പക്ഷെ 10 ആവാം, 15 ആവാം, 20 ആവാം, 50 ആവാം, എനി കൈൻഡ് ഓഫ് നമ്പേഴ്സ്. ആ ആളുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് ലിസ്റ്റോഡിൽ ക്ലിയർ ചെയ്യണം. എന്നിട്ട് അവർക്കാണ് ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് ആഫ്റ്റർ ദ പ്രോഗ്രാം പുതിയ പ്ലാനിങ് ചെയ്യേണ്ടത്. ആദ്യത്തെ വീക്കിൽ ഫോളോ അപ്പ് പറഞ്ഞു, നെക്സ്റ്റ് വീക്കിൽ ഫോളോ അപ്പ് ബാക്കി ഉണ്ടെങ്കിൽ ഫസ്റ്റ് ദിവസം അതെടുക്കുക. അതല്ലെങ്കിൽ ഈ പറയുന്ന ഫോളോ അപ്പ് ചെയ്ത ആൾക്കാരുമായി ഒരു പ്ലാൻ ആയിട്ടുണ്ടല്ലോ, ആ പ്ലാനിങ്ങിൽ പെട്ടതാണ് അവരെ ലിസ്റ്റിനെ റീചെക്ക് ചെയ്ത് അവർ ലിസ്റ്റിൽ നിന്നും ക്വാളിറ്റി ഉള്ള കുറച്ച് ആളുകൾ, ഇപ്പൊ നിങ്ങൾ താഴെ 2 ബ്രാഞ്ചിൽ 10 ആളുകൾ നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ 10 ആൾക്കാരോടും സംസാര സമയത്ത് അവർ റെഡി ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കി, അവർ ലിസ്റ്റ് ഒരാളെ ലിസ്റ്റിൽ നിന്ന് 10 ആൾക്കാരെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ കിട്ടിയാൽ ഈ 10 എന്ന് പറയുമ്പോൾ 20 ആൾക്കാർ, 20 ആൾക്കാരിൽ നിന്നും ഏകദേശം 200 ആൾക്കാർ ലിസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാർ കിട്ടും. ഈ ആളുകളിലേക്ക് നിങ്ങൾ 1-2 ആഴ്ച കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബിസിനസ് വേറെ ലെവലിലേക്ക്. ഒരു പക്ഷേ നമ്മൾ സാധാരണ പറയാറുണ്ട്, പോസ്റ്റ് കോവിഡും ബിഫോർ ദ കോവിഡ് എന്ന് പറയും പോലെ, അതുപോലെ തന്നെ പോസ്റ്റ് ഇവന്റും ബിഫോർ ദി ഇവന്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ അട്ടർലി ചേഞ്ച് ആവും. ഇപ്പൊ നമുക്ക് ഓർമ്മയുണ്ട്, നമ്മളിതിൽ ഒരു ലീഡർ നമുക്ക് സംസാരിച്ച ഓർമ്മ, എന്റെ ഓർമ്മ ആയിഷ വേണം അല്ലേ, 6 വർഷം കൊണ്ട് ഉണ്ടാക്കിയ സാധനം ബാലൻസ് വരുന്ന 1 വർഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? കവർ ചെയ്തു. ഒരു ഇവന്റിന് മുമ്പുള്ള നിങ്ങളുടെ ബിസിനസ് അല്ലായിരിക്കും നിങ്ങളുടെ ഒരു ഇവന്റിന് ശേഷം കവർ ചെയ്യാൻ പറ്റും. ഇത് കേട്ടിട്ട് ചില അവർ ഉറങ്ങിയ കാരം അവിടെ കിടക്കപ്പായിരുന്ന ആളുകൾ കേൾക്കാൻ തന്നെ നമ്മുടെ മക്കൾ നീച്ച് മണ്ടോടി, ഐ മീൻസ് ഓടോടി എങ്ങനെ ഉറക്കം വരുന്നത്, കണ്ണടന്ന് അടക്കാൻ പോലും വരുന്നില്ല. ആ രീതിയിലുള്ള ഒരു ഇൻസ്പിറേഷൻ ഉള്ള കയറിയിട്ടുണ്ട്. മുബീൻ സാർ എപ്പോഴും പറയുന്ന വാക്കുണ്ട്, നെക്സ്റ്റ് 24 hours, ഈ വരുന്ന 24 മണിക്കൂർ എനിക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റും? ദാറ്റ് ഈസ് എ പോയിന്റ്. 24 മണിക്കൂർ എന്തിനു ഉപയോഗിക്കാൻ പറ്റും അല്ലേ? നമുക്ക് ദൈവം ആയുസ് തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, വിവേകം തന്നിട്ടുണ്ട്. പക്ഷെ തിരിച്ചറിവ് മാത്രം വൈകിപ്പോയി. എല്ലാം ഓക്കെ. ഈ തിരിച്ചറിവ് കിട്ടിയ വ്യക്തി ഒരിക്കലും സ്ലോ ആവൂല, ഒരിക്കലും അപ്ലൈനെ കാത്തുക്കൂല. ഇപ്പൊ പല കാര്യം ഈ പ്രോഗ്രാം കഴിഞ്ഞ പിന്നെ കാത്തുക്കുന്നല്ലോ, ഞാൻ അപ്ലൈൻ വരട്ടുമാണ് എന്താവാന്, ഓളെ ഫോളോ അപ്പ് ചെയ്യാൻ. വെറുതെ മക്കളെ, ഒരു അപ്ലൈന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടറോടല്ല, അവർക്ക് അപ്ലൈൻ കൂട്ടി പോകണം. ഓക്കെ, ഞാൻ പറയുന്നത് ഒരു ബെറി സ്റ്റാർ ലെവൽ, ഡബിൾ സ്റ്റാർ ലെവലിലൊക്കെ വളർന്നു വന്നൊരു വ്യക്തിക്ക് ഒരു അപ്ലൈന്റെ ആവശ്യം ശരിക്കും ഇല്ല. അവരുടെ മനസ്സിൽ ആ സാധനം തീ കത്തിയിട്ടുണ്ടെങ്കിൽ അത് മതി. കാരണം സ്റ്റാർട്ടിംഗ് ലെവലിൽ ഞങ്ങൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മാഷാ അല്ലാഹ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഞാൻ പറയാൻ കാരണം, ഇതുപോലെ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. ഒരാൾ വെയിറ്റ് ചെയ്യുന്നത്, കാരണം കത്തിയ വ്യക്തിക്ക് ആരെയും ആവശ്യമില്ല. സംസാരിക്കാൻ നാവുണ്ടോ? ഒരാൾ ആവശ്യമില്ല. ആ നാവിൽ എന്തും വരാൻ ചാൻസ് ഉണ്ട്. അതിന് പോയിന്റ് വരും. ആ കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കുക, പേടി ഒഴിവാക്കുക, കുഴിച്ചു മൂടുക, ഇറങ്ങിത്തിരിക്കുക. സോ സൂപ്പർ പ്രോഗ്രാം കഴിഞ്ഞു. അതിനുശേഷമുള്ള ഒരു അടിപൊളി ദിവസങ്ങളിലാണ് അതിന്റെ വീഡിയോസ് കാണുമ്പോൾ ശരിക്ക് കണ്ണു തള്ളിപ്പോവാണ്. ആ രീതിയിലുള്ള സൂപ്പർ പ്രോഗ്രാം അല്ലെ മാഷാ അല്ലാഹ്. അത് ഏറ്റവും കൂടുതൽ സാന്നിധ്യത്തിൽ കൂടിയിട്ട് എല്ലാവിധത്തിലും നിറ സാന്നിധ്യം തീർത്ത എല്ലാ ലീഡേഴ്സിനെയും ഞാൻ ജസ്റ്റ് ട്രേഡേഴ്സ് അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് താങ്ക്സ് അറിയിക്കുകയാണ്. കാരണം നിങ്ങളാണ് ആ പ്രോഗ്രാമിനെ അത്രത്തോളം കളർഫുൾ ആക്കിയത്. സോ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമാണ് ഇത്തരത്തിൽ ഓരോ പ്രോഗ്രാമുകളും കോർഡിനേറ്റ് ചെയ്യുന്ന ലീഡേഴ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായമാകുന്ന പ്രോഗ്രാംസ് ആണ് ഇത്തരം ഇവന്റുകൾ. അത് ഓരോ ഇവന്റും വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഏപ്രിലിന് ശേഷം ഒരു പക്ഷേ നമുക്ക് ഏപ്രിൽ 1 to 10 TC എൻ്റെ പോകും. ഒരു RTP വരുന്നുണ്ട്. ഒരൊറ്റ കൂട്ടിന് TCന്റെ പക്കത്തുള്ളവരും കയറ്റൂല, ഉറപ്പുള്ള കാര്യം. അങ്ങനെ ആരും വരാൻ നിൽക്കണ്ട. SPG മലബാർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പക്ഷേ TC എൻ്റെ പോകും, RTP വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഏപ്രിൽ 1 to 10 പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഒരു കുട്ടിനെ ഫാസ്റ്റ് ട്രാക്ക് സാറ് 10,000 BV കമ്മിയുണ്ട്, കയറൂല, ഉറപ്പുള്ള കാര്യം. അങ്ങനെ ആരും കയറ്റൂല. TC ആയിട്ട് അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ ഞങ്ങളുടെ ബിസിനസ് ഒക്കെ അധ്വാനികൾക്ക് മാത്രം മതി, കഷ്ടപ്പെട്ട് തന്നെ ലക്ഷ്യം നേടുന്ന ആൾക്ക് മാത്രം മതി. ആ രീതിയിലേക്ക് മാറുക. അതിൽ പുതിയ പ്രോസ്പെക്ട് ഉണ്ടാവും. മൈ ഡിയേഴ്സ്, നിങ്ങൾ ആരും ഒന്നും തിരിച്ചെടുക്കണ്ട. ഇത്രയേ ഉള്ളൂ.
ഈ ബിസിനസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മുടെ പായരങ്ങളും പ്രശ്നങ്ങളും തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നം. അല്ല, ടീം മെമ്പർ നിങ്ങൾ ഒറ്റക്കല്ല ചെയ്യേണ്ടത്. ഒരു ടീമുണ്ട്, നിങ്ങൾക്ക് ഒരു ലീഡേഴ്സ് ഉണ്ട്, നിങ്ങൾ ലീഡ് ചെയ്യാൻ പറ്റുന്ന ലീഡേഴ്സ് ഉണ്ട്, എല്ലാ ആൾക്കാരും സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ മാത്രം പ്രശ്നമാണ്. എവിടൊക്കെയോ നമ്മൾ എക്സ്ക്യൂസസ് പറഞ്ഞിരുന്നു, അത് പ്രോഗ്രാമുകളിലാവട്ടെ അല്ലെങ്കിൽ നമ്മൾ മീറ്റിങ്ങുകളിലാവട്ടെ. നിങ്ങൾ ആലോചിക്ക്, ഞങ്ങൾക്കൊക്കെ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരാഴ്ചയിൽ 5 ദിവസം മീറ്റിംഗ് ആയിരുന്നു. ഒരാഴ്ചയിൽ നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാമിന്റെ തലേ ദിവസത്തെ GTS മലപ്പുറം പങ്കെടുക്കാൻ എന്താ പറയുക പ്രശ്നം എന്താ അറിയോ? സാറേ നാളെയും വരണ്ടേ ഇന്നും വരണ്ടേ? ഞങ്ങൾക്ക് 5 ദിവസം വരില്ലേന്ന്. സ്റ്റാർട്ടിങ് ഒക്കെ അങ്ങനെ ഞങ്ങള്. ഇപ്പൊ കുറെ സ്ലോ ആയിക്കോ. കോവിഡ് വന്നതിന് ശേഷം കുറച്ചെന്ത് ചെയ്ത് അത് തിരിച്ചു പിടിക്കണം. കോവിഡ് പോയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു തിരിച്ചു വരവ് നല്ലതാണ്. ബിസിനസ്സിലെ ഒരു ആക്ഷൻ പ്ലാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയാറുണ്ട്, പണ്ട് ഉമ്മ എന്ന മുലപ്പാൽ പോലും പുറത്തിടണം ആ രീതിയിലൊരു ആക്ഷൻ പ്ലാൻ. നമ്മൾ ലക്ഷ്യത്തിന് വേണ്ടി ഓടുമ്പോൾ അതൊക്കെ വരണം. ആ രീതിയിൽ ആക്ഷൻ പ്ലാൻ നമുക്ക് കിട്ടും, നമുക്ക് നേടാൻ പറ്റും. വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം, അതിനുവേണ്ടി കൃത്യമായ പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കണം. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇരിക്കും ലീഡേഴ്സുമായിട്ട്, സാർ എൻ്റെ ഒരു പ്ലാൻ കൃത്യമായിട്ടില്ല, എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷനാണ്, എനിക്കൊന്ന് മെൻറ്ററിങ് എടുക്കണം. അതിനാണ് മെൻറ്ററിങ്. നമ്മൾ 5 5 ഫിംഗേഴ്സ് നമ്മളെ ഷെയ്ഖ് അബ്ദുള്ള, ഇതാണ് നമ്മുടെ സാധനം. അതിരിക്കുക, ആ മെൻറ്ററിങ് ഇരിക്കുക, അയാളുമായിട്ട് ഇരുന്ന് സംസാരിക്കുക, ഒരു ക്ലിയറൻസ് വരുത്തുക. അതല്ല അവിടെ ഈഗോ ക്ലാഷുകൾ വെറുതെയാണ്. നമുക്ക് ജയിക്കണമെങ്കിൽ ഇതൊക്കെ മാറ്റി വെക്കണം. ഇത്രയൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇനിയും സംശുദ്ധീകരിക്കപ്പെടാത്തൊരു മനസ്സാണെങ്കിൽ പണ്ടാരോ പറഞ്ഞ പോലെ ഹജ്ജിന് പോയിട്ടും പടിഞ്ഞാട്ട് കുമ്പിട്ടിട്ടില്ല ആരും. അതുകൊണ്ട് സീരിയസ്ലി മാറാൻ ശ്രദ്ധിക്കുക. ഇവിടെ തീരുമാനം എടുക്കുക. പുതിയ പ്രോസ്പെക്ട് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രോഗ്രാമിൽ പങ്കെടുത്ത് പുതിയ പ്രോസ്പെക്ട് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മൈ ഡിയേഴ്സ്, ഐ ജസ്റ്റ് ഹംബ്ലി റിക്വസ്റ്റ് യു ടു പ്ലീസ് ഓപ്പൺ യുവർ ഐഡിയസ് ആൻഡ് ആൾസോ പ്ലീസ് മേക്ക് എ സ്റ്റോക്ക്. ഓക്കെ, ഒരു വലിയ സ്റ്റോക്ക് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു വലിയ രീതിയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുക. ഇത് നിങ്ങളുടെ ബിസിനസ്സാണ്, നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, സ്റ്റാർട്ടപ്പാണ്. അതുകൊണ്ട് സീരിയസ് ആയിട്ട് സ്റ്റോക്ക് എടുത്ത് നിങ്ങളെ ലീഡർമാർ കൈ കൊടുത്ത് സിസ്റ്റമാറ്റിക്കലി മൂവ് ചെയ്യാനുള്ളൊരു മനസ്സോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലെ അവർ അധ്വാനിച്ച അധ്വാനത്തിന്റെ ഫലത്തിനേക്കാളും ഒരു പക്ഷെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് ബിസിനസ്. അതിലേറ്റവും വലുതാണ് ഡയറക്ട് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിലേറ്റവും വലുതാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. നല്ലൊരു ഇൻകം പ്ലാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഒരു കമ്പനിക്ക് പോലും ഈ ഇൻകം പ്ലാനിൽ വെല്ലാൻ സാധിക്കില്ല. ഞാൻ ഏതൊക്കെ കമ്പനി എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു കമ്പനിക്കും പറ്റില്ല. കാരണം സ്റ്റാർട്ടിംഗ് ലെവലിൽ 12% ഇടത്തട്ടുകാർക്കും പരസ്യക്കാർക്കുമാണ്. 60% നിന്ന് 12% ഇടത്തട്ടുകാർക്കും പരസ്യക്കാർക്കും പോയിരുന്നില്ല. 12% ഒരു സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടർക്ക് വിത്തൗട്ട് എനി ക്രൈറ്റീരിയ, ഒരു ക്രൈറ്റീരിയ ഇല്ലാതെ 2 ഓർഗിൽ നടക്കുന്ന ബിസിനസിന്റെ എത്രയാണെങ്കിലും അതിന് മാച്ചിങ്ങിന്റെ 12% വരുമാനം ഞാൻ പറഞ്ഞു ഒരു കമ്പനി കൊടുക്കുന്നില്ല. നിങ്ങൾ പോയേക്ക്, പുറത്ത് കമ്പനി പോയേക്ക്, നിങ്ങൾ ആ പ്ലാൻ കേൾക്കുമ്പോൾ അപ്പോഴാണ് ഈ അക്കരെ പച്ച പറഞ്ഞ് പോകുമ്പോഴാണ് പിന്നെ തോന്നുന്നത് അവിടെ ശരിയല്ല എന്നുള്ളത്. എവിടെ പോയാലും, കാരണം അത്ര അടിപൊളി ഇൻകം പ്ലാൻ. അതിന് ഹൈബ്രിഡ് സിസ്റ്റം, 3 ID കൂടി അറ്റ് എ ടൈം വരുമാനം 6,30,000 ആഴ്ചയിൽ, 25 ലക്ഷം മാസ വരുമാനം. ഇത് ആഴ്ച വരുമാനം മാത്രം കൂട്ടിയാൽ അതിന് പുറമെ അൺലിമിറ്റഡ് 6 ഇൻകം മാസം, 6ൽ കൂടുതൽ ഇൻകം. ഈ രീതിയിലുള്ള ഒരു ഇൻകം പ്ലാൻ ഒരു കമ്പനിയിൽ നമ്മൾ എന്തുകൊണ്ട് വീണ്ടും പറയുന്ന കാര്യങ്ങള് ആളെ കിട്ടുന്നില്ല, ആൾക്കാരില്ല. ആൾക്കാരില്ലാത്ത പ്രശ്നമല്ല, നമ്മുടെ ക്വാളിറ്റി വളർന്നിട്ടില്ല, നമ്മുടെ സ്കില്ല് വളർത്തിയിട്ടില്ല, അതാ പ്രശ്നം. ഏതൊരാൾ വരും, നമ്മൾ പറയും പോലെ പറഞ്ഞാലും വിളിക്കും പോലെ വിളിച്ചാലും ആരും കൂടെ വരുന്ന അറിയില്ല പണ്ടരാരും. അതുപോലെ തന്നെ അത് വിളിക്കണം, അതിന് കോൺഫിഡൻസ് കാണിക്കണം, അതിന് ധൈര്യം കാണിക്കണം. ഞാൻ പറഞ്ഞത് അറിവിനേക്കാൾ പ്രസക്തി എന്തിനറിയോ? ചങ്കൂറ്റത്തിനാണ്, കറേജിനാണ്. നമ്മളത് ചെയ്യാനുള്ള ഒരു ചങ്കൂട്ടുണ്ടല്ലോ, ഞാനത് റെഡിയാണ്. ആ ഒരു ചങ്കൂട്ടം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി തയ്യാറാണ്. ഈ പ്രോഗ്രാം അതിന് വേണ്ട വലിയൊരു മാറ്റങ്ങൾക്ക് പറ്റുന്ന പ്രോഗ്രാം ആയിരുന്നു. മാഷാ അല്ലാഹ്. കാരണം മുബീൻ സാർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. സോ റിയലി എക്സൈറ്റഡ് ആൻഡ് ആൾസോ താങ്ക് ടു ഇസ്മായിൽ സാർ. ഇത്ര വലിയൊരു പ്രോഗ്രാമിൽ മുബീൻ സാർ പോലത്തെ ലീഡേഴ്സിനെ ഗസ്റ്റ് ആയിക്കൊണ്ട് ഞാൻ വീണ്ടും ഇസ്മായിൽ സാർക്ക് നന്ദി അറിയിക്കുകയാണ്. കാരണം ഒരുപാട് ആളുകളുടെ മനസ്സിൽ വലിയൊരു ഇൻസ്പിറേഷൻ സൃഷ്ടിച്ചു, ഒരുപാട് ആൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഈ മാറ്റങ്ങൾ നമ്മൾ റിസൾട്ടുകൾ കാണിക്കണം. ഓരോ ആഴ്ചയിലും ടാർഗറ്റ് ഓറിയന്റഡ് ബിസിനസ് ചെയ്യണം. നമ്മൾ മുബീൻ സാർ പറയാറുണ്ടായിരുന്നു, ഒരാഴ്ച പോലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ടാർഗറ്റ് ഓറിയന്റഡ് ബിസിനസ് ചെയ്യരുത്. എനിക്ക് എത്ര വേണമെന്നുള്ളത് ഞാൻ നിശ്ചയിക്കണം. ആ നിശ്ചയ സംഖ്യക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കണം. അതിന് കിട്ടുവോളം അറ്റ് ലാസ്റ്റ് എൻഡിങ് ടൈം ആ സമയം വരെ എന്ത് ചെയ്യണം, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യണം. അതല്ലാതെ വർക്കിന് പോയി എന്തിനാ പോയത്, ഫോം ഫില്ല് ചെയ്യാൻ, ജോയിനിങ്,
അതല്ല ലക്ഷ്യം. നമ്മൾ പോയത് ക്ലോസിങ്ങിനാണ്, ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാണ്. അവിടെ പോയി കച്ചവടം നടത്തിട്ട് പോരണം. യൂസുഫ് അലി പറയും പോലെ ഓന്റെ പോക്കറ്റ് പൈസ ഇന്റെ പോക്കറ്റിലേക്ക് ചാടണം, പെട്ടി ചാടണം. അതാണ് ബിസിനസ്. ആ രീതിയിൽ കച്ചവടത്തിന് വേണ്ടി പോകണം. നിങ്ങൾ ആലോചിച്ച്, ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴത്തെ ഒരു ഫ്രണ്ടിനെ കണ്ട സമയത്ത് അവനൊരു വലിയൊരു മണീച്ചയിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ പോയ സമയത്ത് അവൻ ബിസിനസ് കൊണ്ടുവന്നു, മാഷാ അല്ലാ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് അവനുമായി സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ഒരു സിറ്റിംഗ് ഇരുന്നാൽ 1 ലക്ഷം ഇല്ലാതെ പിഴക്ക് പോരില്ല, 1 ലക്ഷം മേടിക്കാതെ എഗ്രിമെന്റ് വെച്ചാണ് പോയിരുന്നത്. നിങ്ങൾ ഏതോ ഒരു പൊട്ടത്തരം മനീഷിനെ കണ്ടെത്താണത് ആ ലക്ഷം കൊണ്ടുപോകണം. നമുക്ക് ഇവിടെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്, ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ആയുർവേദ വെൽനസ് സപ്ലിമെന്റ്സ്, ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയ സാധനം, ഇത് കൊടുത്ത് നമുക്കൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മൈ ഡിയേഴ്സ്, നമ്മുടെ മാത്രം പ്രശ്നം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഉണർത്തിയതാണ്, ഒരിക്കലും ആക്ഷേപിച്ചതല്ല, ഇത് ഉണർത്തിയതാണ്. നിങ്ങളിൽ മാറ്റങ്ങൾ വരണം, നമ്മളിൽ മാറ്റങ്ങൾ വരണം, നമ്മൾ ഓരോരുത്തരും മാറണം. ഓരോ പ്രോഗ്രാമുകളും നമുക്കൊരു പാഠമാണ്. നമ്മുടെ വളർച്ചയെ കുറിച്ച് ചിന്തിക്കാനും, നമ്മുടെ പാസ്റ്റിനെ മറക്കാനും, നമ്മുടെ പ്രസൻസിനെ എന്താ പറയുക ഫലഭൂഷ്ടിയാക്കാനും, നമ്മുടെ ഫ്യൂച്ചർ വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഓരോ ഇവന്റുകളും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇനിയും തയ്യാറാവുക. അടുത്തൊരു പ്രോഗ്രാം വരുന്ന സമയത്ത് ഇന്ന് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കും. നമുക്കറിയാൻ പറ്റും, നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ എന്താ പറയുക നമ്മുടെ ക്രിക്കറ്റ് മാച്ചിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോളിലായാലും ഓരോ സംഭവത്തിലും കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുന്ന ഓരോ ടീമുകളുടെയും ഒരു സ്പിരിറ്റ് നമുക്കറിയാൻ പറ്റും. ഇതുപോലെ കഴിഞ്ഞ കളിയിലും മിസ്സായത് ഈ കളി തിരിച്ചു പിടിക്കുന്ന പോലെ തന്നെ കഴിഞ്ഞ പ്രോഗ്രാമിൽ എനിക്ക് മിസ്സായതും എന്റെ ടീമിന് മിസ്സായതും ഈ പ്രോഗ്രാമിൽ വരുന്ന ടേക്ക് ഓഫിൽ അതിന് ഡബിൾ ആയിട്ട് തിരിച്ചു പിടിക്കുന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇന്ന് മുതൽ വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും വൻ വിജയങ്ങൾ ഉണ്ടാവട്ടെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, വിഷ് യു ഓൾ സക്സസ്. ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. Thank you.